മുഖം കുനിച്ചു കിടന്ന ദിനുവിൻ്റെ മുഖം ഗിരിജ ഇരു കൈകളും ചേർത്ത് പിടിച്ചുയർത്തി. ഉയർന്ന മുഖത്തിൻ്റെ വികൃതമായി ചിതറിക്കിടക്കുന്ന നിഴൽ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾക്കു നിറം കൂട്ടി. അവൾ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. 2-3 അടി നടന്ന് ഗിരിജ വീണ്ടും തിരിഞ്ഞു നിന്നു. ഞാൻ അയച്ചു തരുന്ന കാശ് ആവശ്യങ്ങൾക്ക് തികയുന്നില്ലേ ദിനു? അപ്രതീക്ഷിതമായി അവൻ പൊട്ടിത്തെറിച്ചു. ആ പണത്തിലൂടെ ഞാൻ ഇഞ്ചിഞ്ചായി തകരുകയാണുണ്ടായത്. നീ അറിഞ്ഞില്ലേ? നീയും എന്നെ ക്രൂരമായി തകർച്ചയിലേക്ക് തള്ളുകയായിരുന്നു. ഗിരിജ ഭയന്നുപോയി. ദിനു എത്ര ശാന്തനായിരുന്നു മുമ്പ്. കിട്ടുന്ന രൂപയിൽ പകുതിയും മാസം തോറും ദിനുവിന് അയച്ചു കൊടുക്കുകയാണ് പതിവ്. ദിനുവിൻ്റെ മനസ്സിൽ എങ്ങനെയോ വളർന്നു വന്ന കുറ്റബോധമകറ്റാൻ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു. മനസ്സിലെ അപകർഷതാബോധത്തിൽ നിന്നും സ്വയം ഒളിച്ചോടാനുള്ള വിടവ് ഒരു പാഴ്വാക്കിലൂടെ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നില്ലേ ദിനു? ഗിരിജ 2 കൈകൾ കൊണ്ടും ദിനുവിൻ്റെ മുഖം പിടിച്ചുയർത്തി. ഒന്നുകൂടി പറ ദിനു. ദിനു ഒന്നും പറഞ്ഞില്ല. അവൻ ഗിരിജയുടെ വലിപ്പമുള്ള കണ്ണുകളിൽ ഉറ്റുനോക്കി. അവനെ നയിച്ച, എന്നും പിടിച്ചു നിർത്തിയ കണ്ണുകൾ അതവനെ ദുർബലനാക്കി. പെട്ടെന്ന് ദിനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ മുഖം തിരിച്ചു. ചൂടൽപ്പം കുറഞ്ഞതുപോലെ തോന്നി ഗിരിജയ്ക്ക്. അവൾ സാരിത്തലപ്പ് കൊണ്ട് ആ കണ്ണീരൊപ്പി. എന്തായാലും ഒരു ഭാഗം മാത്രമായി നാം മരവിച്ചു പോവുമോ ദിനു? ഒട്ടേറെ നേരം ദിനു നിശബ്ദനായിരുന്നു. പിന്നെ നിയോഗം പോലെ ദിനു എഴുന്നേറ്റു. ഹാങ്ങറിൽ നിന്ന് ഷർട്ടെടുത്ത് അവൻ പുറത്തിറങ്ങി. സ്വന്തം മുറിയിൽ വർഷങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു. ബാഗിൽ നിന്ന് മറ്റൊരു പുതപ്പെടുത്ത് ഗിരിജ കട്ടിലിൽ വിരിച്ചു. കിടന്നു കഴിഞ്ഞപ്പോഴാണ് വേദന അറിഞ്ഞത്. ഓരോ അവയവത്തിലും അജ്ഞാതമായ ഏതോ കരങ്ങൾ മത്സരിച്ച് പിടിച്ചു വലിക്കും പോലെ. തലയ്ക്കു മുകളിൽ മാറാല പൊതിഞ്ഞ ബൾബ്, നിലാവ് പോലെ മങ്ങിയ വെളിച്ചം. നിലാവ്. കൊട്ടാരത്തിലെ കന്യകകൾ മുത്തുപതിച്ച കിരീടം തലയിലണിഞ്ഞു. നിലാവൊഴുകുന്ന കൊട്ടാരത്തിലെ കിടപ്പറയിൽ ചാരിയിരുന്ന് കന്യകകളുടെ മുടിയിഴകളിൽ വിരലോടിക്കുന്ന മുക്കുളത്തിലെ രാജകുമാരൻ. തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഉതിർന്നു വീണ ചിരി ഗിരിജയിൽ അസ്വസ്ഥത പാകി. പണ്ടേ കുട്ടേട്ടൻ തങ്ങളിൽ നിന്ന് ദൂരെയായിരുന്നു.